ഹലോ നമസ്കാരം. ഫൈറ്റർ എന്ന ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രോട്ടീൻ എന്ന വിഷയത്തിൽ കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം പ്രോട്ടീൻ വളരെ അത്യാവശ്യമായൊരു കണ്ടൻ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡീന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. അതിലിപ്പോൾ ഈ ഗ്രോത്ത് ആയാലും റിപ്പയർ ആയാലും മെയിൻ്റനൻസ് ചെയ്യാനായാലും എല്ലാത്തിനും പ്രോട്ടീൻ വേണം അല്ലേ. നമ്മൾ സ്കിന്ന് മുതൽ ഹെയർ മുതൽ ബോൺ മുതൽ നഖം മുതൽ ഓരോ ഓർഗൻസ് മുതൽ ബ്ലഡിലും എല്ലായിടയ്ക്കും പ്രോട്ടീൻ ഉണ്ട്. ചിലതിനെ നമ്മൾ കൊലാജൻ എന്ന് വിളിക്കും, ചിലതിനെ കെരാറ്റിൻ എന്ന് വിളിക്കും, ചിലതിനെ എലാസ്റ്റിൻ എന്ന് വിളിക്കും, ലൈപ്പേസ്, പെപ്സിൻ, അങ്ങനെ എത്രയോ തരത്തിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോട്ടീൻ എന്തായാലും വളരെ അത്യാവശ്യം. അത് ആയിരിക്കും അല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതൊരു കോൺസെപ്റ്റാണ്. പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് എങ്ങനെയായാലും മനസ്സിലാവും, നമ്മളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാലല്ലേ, നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർക്ക് നമ്മളിപ്പോൾ കുറേ ചില ആൾക്കാരെ വീഡിയോ കാണും, ചില ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്ര പ്രോട്ടീൻ കഴിക്കണം, 2 times ബോഡി വെയ്റ്റ്, എൻ്റെ 60 കിലോ ആണ്, 120 ഗ്രാം പ്രോട്ടീൻ അങ്ങ് കഴിക്കണം, എന്നാലേ ബോഡി ബിൽഡിങ് നടക്കുമല്ലോ, കുറച്ച് കഴിച്ചാൽ മതി ചില ആൾക്കാർ വിശ്വസിക്കും. അല്ലേ പിന്നെ പ്രോട്ടീൻ ഇല്ലെങ്കിൽ എന്താ, ഭക്ഷണത്തിന് എങ്ങനെയാലും പ്രോട്ടീൻ കിട്ടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തരം ധാരണകൾ നമുക്കുണ്ട്. അതിനെ ഒന്ന് ഉറപ്പിക്കാനും സയൻസ് എന്താണ് പറയുന്നത്, ഞാൻ കുറച്ച് റിസർച്ച് നടത്തി. 2 വശത്തേക്കും നമ്മളിപ്പോൾ ഒരു കാര്യം നോക്കുമ്പോൾ 2 വശം നോക്കണമല്ലോ. അപ്പോൾ ആ 2 വശവും ഞാനൊന്ന് നോക്കി. ഓക്കെ, എത്ര പ്രോട്ടീൻ കഴിക്കണം, എന്താണ് സയൻസ് പറയുന്നത്. നമ്മളിപ്പോൾ കഴിക്കുന്ന പ്രോട്ടീൻ, സാധാരണ നമ്മളൊരു ഭക്ഷണ രീതി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇല്ല ജനറേഷൻ്റെ ആ KFC ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ മെക്ഡിയിൽ പോയി കഴിക്കുന്ന ബർഗറോ ചിപ്സോ ഇങ്ങനത്തെ കാര്യങ്ങളല്ല പറയുന്നത്. സാധാരണ നമ്മൾ ഒരു മലയാളികളുടെ ഒരു ഭക്ഷണ രീതി എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അതിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ, അതൊരു ഭാഗം. ആദ്യം നമ്മൾ 3 പാർട്ടായിട്ടാണ് ഇത് വീഡിയോസ് വരിക. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയുക എന്ന് വെച്ചാൽ എത്ര പ്രോട്ടീൻ കഴിക്കണം, അധികം പ്രോട്ടീൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ സയൻസ് വെച്ചിട്ട് ബാക്ക് ചെയ്തിട്ട് പറയുന്ന ഒരു റീസൺ. അത് നമുക്ക് ആദ്യത്തെ പാർട്ടിൽ കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ പാർട്ട് തുടർന്ന് കാണണം. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണത്തിൽ, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിൻ്റെ അളവ് അതിലുണ്ടോ ഇല്ലയോ, ആ ഒരു കാര്യമാണ് രണ്ടാമത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത്, പാർട്ട് 2. പിന്നെ ഒരു വലിയൊരു ചോദ്യമുണ്ട്. ഓക്കെ, ഞാൻ ഇതൊക്കെ ഉണ്ട്, പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻ നമുക്ക് ആവശ്യമില്ലത്ര നമ്മൾ എടുക്കുന്നുമുണ്ട്, പക്ഷേ ഞാൻ ഇനി നോൺ വെജ് എന്ന മാംസത്തിൽ നിന്ന് പ്രോട്ടീൻ കൂടുതൽ എടുക്കണോ, അതോ വെജിറ്റബിൾസിൽ നിന്ന് പ്രോട്ടീൻ എടുക്കണം, അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് സോഴ്സിൽ നിന്ന് പ്രോട്ടീൻ എടുക്കണം, ഏതാണ് നല്ലത്? കുറേ ആൾക്കാരിപ്പം ഫുള്ളി നോൺ വെജിറ്റേറിയൻസ് വെച്ചാൽ വെറും നോൺ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ തൊടാത്ത ആൾക്കാർ, അങ്ങനത്തെ കുറേ ആൾക്കാർ അങ്ങനെയായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ശരിക്കുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ 3rd പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പാർട്ട് 1ലേക്ക് പോകാം. നിങ്ങളെല്ലാവരും പാർട്ട് 2ഉം പാർട്ട് 3യും തുടർന്ന് കാണണം. എന്നാൽ നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ മൊത്തം ഹിസ്റ്ററി, മൊത്തം ഒരു കഥ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് പാർട്ട് 1ലേക്ക് കടക്കാം. അതിനു മുമ്പേ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റും അറിയിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഏത് ടോപ്പിക്കാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടോപ്പിക്ക് അറിയാത്ത ടോപ്പിക്ക്, അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമില്ല എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കുറേയധികം സ്റ്റഡീസ് നോക്കാം. ഓക്കെ, അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡീസ് നമുക്ക് ആദ്യം നോക്കാം. സയൻസ് എന്താണ് പറയുന്നത്. ഇതൊക്കെ നോർമൽ ഒരു സ്റ്റഡിയല്ല, കുറേയധികം സ്റ്റഡീസിനെ മിക്സ് ചെയ്തിട്ടില്ല മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒരു സ്റ്റഡി 2, 3, 4 സ്റ്റഡി ഒക്കെ, അല്ലെങ്കിൽ ഒരു 20 സ്റ്റഡി 40 സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടാകും. കുറേ നമ്മളെ പോലത്തെ നോർമൽ ആൾക്കാരല്ല, സയൻറ്റിസ്റ്റ്, ഇതിൽ ഡീപ്പ് എക്സ്പെർട്ടൈസ് ഉള്ള സയൻറ്റിസ്റ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്ത കുറേയധികം റിസർച്ചിനെ എല്ലാം കൂടി പഠിച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്ന സാരാംശം പോലെ, സമ്മറി പോലെ പറയുന്നതാണ് ഇങ്ങനത്തെ സ്റ്റഡീസ്, മെറ്റാ അനാലിസിസ് ആണ് സ്റ്റഡീസ്. അപ്പോൾ അതേപോലത്തെ കുറേ സ്റ്റഡീസ് എടുത്ത് നമുക്ക് നോക്കാം അതിലൊക്കെ എന്താണ് പറയുന്നതെന്ന്. എന്നിട്ട് കുറച്ച് ലേറ്റസ്റ്റ്
സ്റ്റഡീസും എടുക്കാം. അതിലെന്താ പറയുന്നത്, പ്രോട്ടീൻ എത്ര കഴിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റഡി ഇതാണ്, പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ബിയോണ്ട് ദി RDA. വെച്ചാൽ നോർമൽ ഗൈഡ് ലൈൻസ്. RDA വെച്ചാൽ ഗൈഡ് ലൈൻ, ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈനാണ്. ഓക്കെ, ഡയറ്ററി റെക്കമെൻഡേഷൻ്റെ ഗൈഡ് ലൈനാണ്. അപ്പോൾ അതിലെത്രയാണ് പറയുന്നത്, അതിൽ കൂടുതൽ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ? ബിയോണ്ട് ദി ഗൈഡ് ലൈൻസ്. അപ്പോൾ കൂടുതൽ ഗൈഡ് ലൈൻ പറയുന്നതിലും കൂടുതൽ കഴിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നതിൽ ഗുണമുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റഡിയാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്, വായിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ 2016. ഓക്കെ, 2010. ഓക്കെ, ഇതൊരു ക്ലിനിക്കൽ ട്രയലല്ല, കുറേയധികം സ്റ്റഡീസിനെ മനസ്സിലാക്കി പഠിച്ച് അതിൽ നിന്നൊക്കെ എടുത്ത ഒരു കൺക്ലൂഷൻ പോലെയുള്ള സ്റ്റഡിയാണിത്. ഓക്കെ, ഇത് നോർമൽ ഹെൽത്തി അഡൽട്ട്സിൽ ചെയ്തതാണ്, അല്ലെങ്കിൽ ഓൾഡർ അഡൽട്ട്സ് അവരിൽ സാർക്കോപ്പീനിയ എന്ന് വെച്ചാൽ മസിൽ ലോസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള അങ്ങനത്തെ ആൾക്കാരിൽ ചെയ്ത സ്റ്റഡി. ഇതൊക്കെയാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നോർമൽ സ്റ്റാൻഡേർഡ് റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡേഷൻ, 0.8 gram per kg. ഓക്കെ, നമ്മൾ ഓരോ കിലോനും 0.8 gram പ്രോട്ടീൻ കഴിക്കണം എന്നാണ് സ്റ്റാൻഡേർഡ് ഡയറ്ററി റെക്കമെൻഡേഷൻ ഫോർ പ്രോട്ടീൻ. ഓക്കെ, എവിഡൻസ് എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. എവിഡൻസ് സജസ്റ്റ്സ് അത്ര പോരാ, അതിൽ കുറച്ച് കൂടുതൽ കഴിച്ചാൽ നല്ലതാണ്. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കുറച്ചും കൂടെ കൂടുതൽ കഴിച്ചാൽ നല്ലതാണ്. 1.2 to 1.6 ആണ് ബെറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, 1.2 to 1.6. അപ്പോൾ 1 കിലോഗ്രാമിന് 1.2 gram to 1.6 gram. ഈസി ആയിട്ട് എടുക്കണമെങ്കിൽ 1.5 grams എടുക്കാം. ഓക്കെ, അപ്പോൾ 60 kg ഒരാൾ 90 grams, 1.5 എന്ന് വെച്ചാൽ 90 grams ഓഫ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ നല്ലതാണെന്നാണ് എവിഡൻസ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഹയർ പ്രോട്ടീൻ സപ്പോർട്ട്സ് ഹെൽത്തി ഏജിങ്. വെച്ചാൽ ഹെൽത്തിയായ ഏജിങ് നമ്മൾ എല്ലാവരും ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വയസ്സാവുന്നവരം എന്നാവുക നമ്മളത് മസിൽ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാർക്കോപ്പീനിയ, അപ്പം അതിൽ നമ്മൾ ലാസ്റ്റ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ, നമ്മൾ ആ മസിലിൻ്റെ ലോസ് കുറക്കാൻ, ഇല്ലെങ്കിൽ മസിൽ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ മസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും, ഏതൊരു കാലത്തായാലും കൂടെ ഉണ്ടാവും. യൂസ് ചെയ്തിട്ടില്ലേ അത് ഇല്ലാണ്ടാവും. നോർമൽ സിമ്പിൾ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാൾ, വയസ്സായ ആളായാലും ശരി, വയസ്സ് കൂടുന്നേരം ശരി, ഇരുന്ന് പണിയെടുക്കുന്ന ഒരാളായാലും ശരി, നമ്മൾ മസിൽ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഓക്കെ, അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പക്ഷേങ്കിൽ മസിൽ ലോസ് ഏജിൻ്റെ അപ്പുറം ഒരു 30-35 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30 കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ മസിൽ ലോസിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, ഹെൽത്തി ആയിട്ട് ഏജ് ആവാൻ ഹൈ പ്രോട്ടീൻ കൺസംഷൻ ഈ ഒരു ലിമിറ്റിലുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് അടുത്തൊരു റെക്കമെൻഡേഷൻ. ഈ കുറേ സ്റ്റഡീസിൻ്റെ കൺസോളിഡേറ്റഡ് റെക്കമെൻഡേഷനാണ്. ഈ ഒരു സ്റ്റഡി, ഇപ്പം ഒരു സ്റ്റഡി എന്ന് വെച്ചാൽ ഇതൊരു 10-20 സ്റ്റഡീൻ്റെ കോമ്പിനേഷനിലാണിത്. ഓക്കെ, ഇനി നമ്മൾ കുറേയധികം സ്റ്റഡീസ് നോക്കാനുണ്ട്. അപ്പം ഇപ്പോഴേ കൺക്ലൂഡ് ചെയ്യണ്ട, ഇതൊക്കെ ജസ്റ്റ് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇതൊരു വശമാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുകയാണെന്ന്. അടുത്തത്, ഇംപ്രൂവ്സ് ആപ്പറ്റൈറ്റ് കൺട്രോൾ ആൻഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ്. എന്താ വെച്ചാൽ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ കൂടുതൽ പ്രോട്ടീൻ കഴിച്ചാൽ വെച്ചാൽ പ്രോട്ടീൻ എന്താണ്, ഇപ്പം നമ്മൾ ഒരു നോൺ വെജ് അല്ലെങ്കിൽ വെജ് എടുത്ത് കഴിഞ്ഞാൽ, വെജ് അല്ലെങ്കിൽ പരിപ്പ് പോലത്തെ സാധനങ്ങൾ, കടല പോലത്തെ സാധനങ്ങൾ. ഓക്കെ, നോൺ വെജ് ആണെങ്കിൽ നമ്മൾ ചിക്കൻ ആയാലും ശരി, മട്ടൺ ആയാലും ശരി, മുട്ട ആയാലും ശരി, ഇത് നമുക്ക് കുറേ കഴിക്കാൻ പറ്റുമോ? അത് മാത്രമായിട്ട് കഴിക്കുമ്പോൾ കുറേ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് കുറച്ച് ഒരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഒരു ബൗൾ, അല്ലെങ്കിൽ ഒരു കോപ്പ് നിറച്ച് നമ്മൾ കഴിക്കുമ്പോഴേക്കും നമ്മളെ വയറ് പറയും മതി, ഫുള്ളായി, എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് സെറ്റൈറ്റി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്തിക്കഴിഞ്ഞുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അതാണ് പ്രോട്ടീനെ കൊണ്ട് ഈ വെയിറ്റ് മാനേജ്മെൻറ്റോ ആപ്പറ്റൈറ്റ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ബെനിഫിറ്റ്സ് അത്ലറ്റിക് പെർഫോമൻസ്. പക്ഷേ ഒരു അത്ലീറ്റിനെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, വെച്ചാൽ മസിൽസ് റീമോഡൽ ആവുകയാണ്
ഇതൊക്കെ ആർക്കാണ് ബാധകം ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലോണം എക്സസൈസ് ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരാൾ. വെറുതെ ഇരുന്ന് പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഈ അത്ലറ്റിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്ലീറ്റ് പോലുള്ള ആൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടുന്ന, സ്പ്രിൻറ്റ് ഓടുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, ബോഡി വെയ്റ്റ് എക്സസൈസ് ചെയ്യുന്നു, കാലിസ്തനിക്സ് പോലെ എക്സസൈസുകൾ ചെയ്യുന്നു. ഇങ്ങനത്തെ ആൾക്കാർ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ മസിൽസും അതിന് കണക്കായിട്ട് ഷേപ്പ് ആൻഡ് സൈസ് എല്ലാം ഫോം ആവും, റീമോഡലാവും വരുത്താണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അത് നമുക്ക് ഒന്ന് ആലോചിക്കുമ്പോൾ ഇത് പറയുന്നത് കറക്റ്റാണെന്ന് തോന്നും. അതെ, അതിൽ തെറ്റാന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അതാണ് സ്റ്റഡിയും പറയുന്നത്. നോർമലായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതെ, ഇപ്പം നോർമലായി നല്ലോണം വർക്കൗട്ട് ചെയ്ത് പ്രോട്ടീൻ കഴിക്കുന്ന ഒരാളെ ബോഡി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ബോഡി സൈസ് വേണമെന്നില്ല. അത് വേറെ തന്നെ പിന്നെ വേറൊരു ടോപ്പിക്കാണ്. സൈസ് എത്ര വരും, എങ്ങനെ വരും എന്നൊക്കെ. ഓക്കെ, അതും വേറൊരു ടോപ്പിക്കാണ്. അപ്പം ഇത് നോർമലായിട്ട് കാണുമ്പം വെൽ ബിൽഡായിട്ട് തോന്നും, ലീൻ മസിൽസ് തോന്നും, നല്ല ഷേപ്പായിരിക്കും. ഓക്കെ, നല്ല സ്ട്രക്ചറായിരിക്കും. ഇതാണ് ഒരു ടിപ്പിക്കൽ ഇതിൻ്റെ ഒരു ഇഫക്റ്റ്. അപ്പോൾ അത് ശരിയാണ്, അത് നമുക്ക് കാണാനും പറ്റും. അതെ, പിന്നെ മെയിനായിട്ടുള്ള അടുത്ത പോയിന്റ് നോക്കിയാൽ നോ എവിഡൻസ് ഹാം ടു കിഡ്നീസ് ഓർ ബോൺസ്. ഇതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇത് കുറേ അധികം ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ പ്രോട്ടീൻ കുറച്ച് അളവിൽ കൂടുതൽ കഴിച്ചാൽ അത് നമ്മളെ കിഡ്നീനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മളെ ബോണിനെ ബാധിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എന്തായാലും ഇവിടെ ഈ സ്റ്റഡി അല്ലെങ്കിൽ കുറേ അധികം സ്റ്റഡീസിൻ്റെ മിക്സ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ എന്ന ഈ മെറ്റാ അനാലിസിസ് ഓഫ് ദ സ്റ്റഡി പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലിങ്ക് ഇതുവരെയായിട്ട് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് കൺക്ലൂസീവായിട്ട് ഇനിയും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്റ്റഡിയിൽ കൺക്ലൂസീവായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിഡ്നീന് ഹാം ഉണ്ടാവില്ല എന്നാണ്. ഓക്കെ, നോ എവിഡൻസ് റീനൽ എന്ന് വെച്ചാൽ കിഡ്നി ഡിസീസ് ഇല്ല, പുവർ ബോൺ ഹെൽത്തും ഇത് വെച്ച് ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെയായിട്ട് പ്രൂഫ് ആയിട്ടില്ല. അപ്പം കുറച്ചധികം പ്രോട്ടീൻ കഴിച്ചു പോയി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ കുറച്ച് കാലത്തോളം നീണ്ട് കുറച്ചധികം പ്രോട്ടീൻ കഴിച്ചു എന്ന് വിചാരിച്ച് എന്തെങ്കിലും കിഡ്നി പ്രോബ്ലം വരാനുണ്ടോ ഇല്ല. പക്ഷേ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിസീസ്, ഇത് നോർമൽ ഹെൽത്തി അഡൽട്സിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ കാര്യം ആലോചിച്ച് നോക്കണം. അവിടെ ഇപ്പം ആദ്യമേ കിഡ്നി കോംപ്രമൈസ്ഡിലായിട്ടുള്ള ഒരാളാണ്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസീസസ് ആയിട്ട് ഇങ്ങനെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ബാധകമല്ല കേട്ടോ. ഇങ്ങനെ പ്രോട്ടീൻ ഹൈ കൺസ്യൂം ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻ അഡ്വൈസ് ചെയ്യും. ഓക്കെ, ഈ ഒരു മെറ്റാ അനാലിസിസ് സ്റ്റഡിയിൽ പറയുന്നത് വെച്ചാൽ പ്രോട്ടീൻ ക്വാളിറ്റി, ടൈമിംഗ് പെർ മീൽ, ഡോസ് മാറ്റർ. വെച്ചാൽ എപ്പോഴാണോ പ്രോട്ടീൻ, കുറേ സ്റ്റഡീസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പ്രോട്ടീൻ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. എന്ന് വെച്ചാൽ പ്രോട്ടീൻ ബാലൻസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ പാട് പ്രോട്ടീൻ കഴിച്ചതിനെ കൊണ്ടോ ഇല്ലെങ്കിൽ രാത്രി പ്രോട്ടീൻ കഴിച്ചതിനെ കൊണ്ടോ അങ്ങനെ വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ സ്റ്റഡീസും ഉണ്ട്. ഓക്കെ, നിങ്ങൾ സ്റ്റഡീസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റഡീസും ഉണ്ട്. കുറേ സ്റ്റഡീസ് പറയും ഇല്ല, അങ്ങനെ വലിയ ടൈമിൻ്റെ കാര്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം പ്രോട്ടീൻ. ഓക്കെ, പക്ഷേ ഈ ഒരു സ്റ്റഡിയിൽ പറയുന്നത് വെച്ചാൽ ടൈമിംഗ് മാറ്റേഴ്സ്, പ്രോട്ടീൻ ക്വാളിറ്റി മാറ്റേഴ്സ്. ഏത് പ്രോട്ടീനാണ് കഴിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓരോ മീലിലും എത്ര പ്രോട്ടീനാണ് കഴിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു മീലിൽ തന്നെ ഒരു ദിവസം ഞാൻ ഒരു പ്രാവശ്യം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ 3 പ്രാവശ്യം കഴിക്കുന്നു, പക്ഷേ ഒരു പ്രാവശ്യം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ, 120 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം പ്രോട്ടീൻ ഒറ്റയടിക്കെടുത്തു, അതും പ്രശ്നമാണ്. പ്രശ്നമാണെന്ന് വെച്ചാൽ അത്ര ഒരു ഔട്ട്കം ഓറിയൻറ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ്, ദീസ് ആർ സം ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ സ്റ്റഡീസിനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വേറെ സ്റ്റഡിയിലേക്ക് പോകാം. സ്റ്റഡി നമ്പർ 2, പ്രോട്ടീൻ ഇൻടേക്ക് ആൻഡ് ലീൻ മാസ് ഇൻ ഓൾഡർ അഡൽട്സ്. ABC സ്റ്റഡി എന്ന് പറയും. കുറച്ച് പഴയ സ്റ്റഡിയാണ്, പക്ഷേങ്കിൽ നല്ലൊരു സ്റ്റഡിയാണ്. 2008 വന്ന ഒരു സ്റ്റഡിയാണിത്. ഓക്കെ, ഇതിൻ്റെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലിങ്കിൽ. അപ്പം ഇത് അമേരിക്കൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പബ്ലിഷ് ആയ ഒരു പേപ്പറാണ്. 2000-ഓളം ഓൾഡർ അഡൽട്സ് 79 ചെയ്ത ഒരു സ്റ്റഡിയാണിത്. ഡ്യൂറേഷൻ 3 കൊല്ലത്തോളം തുടർന്ന് നിന്ന ഒരു സ്റ്റഡിയാണിത്. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? സെയിം ലാസ്റ്റ് സ്റ്റഡിയിൽ എന്താണോ പറഞ്ഞത് അതേ, ഇതൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ പോലെയാണ്. ഇത് മെറ്റാ അനാലിസിസ് അല്ല, കുറേ അധികം പേപ്പറിനെ കമ്പൈൻ ചെയ്തതിൽ ഇത് ഈ 2000 ആൾക്കാരല്ലേ. അപ്പം ഈ ഒരു 2000 ആൾക്കാരിൽ ഏകദേശം ചെയ്ത ഒരു സ്റ്റഡി 3 കൊല്ലത്തോളം നീണ്ടുനിൽക്കുന്ന ഒരു സ്റ്റഡിയാണിത്. ഓക്കെ, അപ്പോൾ ഇതിലും ലാസ്റ്റ് പേപ്പറായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്താൽ സെയിം, ഈ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, ഹയർ പ്രോട്ടീൻ ഇൻടേക്ക് ഹെൽപ്സ് ഓൾഡർ അഡൽട്സ് കീപ്പ് മോർ മസിൽ. അപ്പം മസിൽ ലോസിനെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും. ഹെൽത്തി ഏജിങ് നമ്മൾ പറഞ്ഞു ഫസ്റ്റിൽ. അപ്പോൾ അതേ സെയിം കോൺസെപ്റ്റാണ് ഇവിടെയും
വരുന്നത്. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാം. അതെ, അപ്പം ഒന്നിൽ കൂടുതൽ പേപ്പർ അല്ലെങ്കിൽ സ്റ്റഡീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോസ്റ്റ് മച്ച് ലെസ് മസിൽ. അപ്പം കൂടുതൽ പ്രോട്ടീൻ കഴിച്ച ആ ഗ്രൂപ്പിൽ മസിൽ ലോസ് നമുക്ക് കുറവാണ് കാണാൻ പറ്റിയത്. ഓക്കെ, മസിൽ മെയിൻറ്റെയിൻ ആയി, കുറച്ചധികം ഏജ് വരെ മസിൽ മെയിൻറ്റെയിൻ ആയി. ഇനി കുറേയധികം ഫാക്ടേഴ്സ് ഇതിൽ അങ്ങ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ നമ്മൾ ആ ഒരു ഡെപ്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ പക്ഷേ അറ്റ് എ ഗ്രോസ് ലെവൽ ഇതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഓക്കെ, അപ്രോക്സ് 40% ലെസ് മസിൽ. ഇപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് ഡീറ്റെയിൽസ് കൂടുതൽ വായിക്കാം, പക്ഷേ ഞാനിതാണ് അറിയുന്നത്. ഓക്കെ, ഹൈ പ്രോട്ടീൻ ഗ്രൂപ്പിൽ എത്രയാണ് 0.5 kg ലീൻ മാസ് ആൻഡ് ലോ പ്രോട്ടീൻ ഗ്രൂപ്പിൽ 0.88 kg ലോസ് ആണ് കാണാൻ പറ്റിയത്. അപ്പോൾ വളരെ കമ്പാരിറ്റീവ്ലി ലെസ് ലോസ് ഓഫ് മസിലാണ് നമുക്ക് ഹൈ പ്രോട്ടീൻ ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാണ് അവരെ സ്റ്റഡി. ഓക്കെ, സെയിം പോയിൻ്റ് തന്നെ ആദ്യം മസിൽ പ്രിസർവേഷൻ, അപ്പോൾ അതിൽ അധികം പോകേണ്ട ആവശ്യമില്ല. മെനി ഓൾഡർ അഡൽറ്റ്സ് ഡു നോട്ട് ഈറ്റ് ഇനഫ് പ്രോട്ടീൻ. ഈ ഒരു ധാരണ ഇത് നമ്മൾ പാർട്ട് 2 നമ്മൾ നോക്കും. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിലിൽ പോകും. അപ്പോൾ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതൊരു വലിയൊരു മിഥ്യയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസൊക്കെ കുറേ അധികം സപ്ലിമെൻറ്റ്സ് ആയിട്ട് വന്നു കഴിഞ്ഞു. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ, പിന്നെ അതിൽ തന്നെ നമ്മളെ ഇത് മിൽക്ക് ബേസ്ഡ് വി പ്രോട്ടീൻസ്, ഐസൊലേറ്റ്, അത് തന്നെ കോൺസെൻട്രേറ്റ്, അങ്ങനെ പല തരം പ്രോട്ടീൻ. ഓക്കെ, കേസീൻ, അത് ഇതന്നെ പോയിക്കൊണ്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ വലിയ പ്ലെയേഴ്സ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. നമ്മളെ മൊത്തമായിട്ടൊരു കമ്മ്യൂണിറ്റി, ഇത്ര വലിയ പോപ്പുലേഷൻ, ബില്യൺസ് ഓഫ് പീപ്പിൾ എടുത്തു കഴിഞ്ഞാൽ വി ഡോണ്ട് കൺസ്യൂം ആസ് മച്ച് പ്രോട്ടീൻ ആസ് റിക്വയർഡ്. എന്നുവെച്ചാൽ നമ്മൾ അത്ര പ്രോട്ടീൻ കഴിക്കുന്നില്ല എന്നാണ് മീഡിയ ആയാലും ഫ്രണ്ട് ആൻഡ് പീപ്പിൾ ആയാലും ഇവരൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ നോർമലായിട്ടൊരു നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ശരിക്കും പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം നമുക്കുണ്ടാവും. ഓക്കെ, അത് നമ്മൾ പാർട്ട് 2 ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ബോധ്യം വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. കാണുക. ഓക്കെ, ഇതാണ് നമ്മൾ ഓർമ്മിച്ചേക്കേണ്ട കാര്യം. ശരിയാണോ തെറ്റാണോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, സെയിമാണ്, ലാസ്റ്റ് പോയിൻറ്റ് സെയിമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ മൂന്നാമത്തെ ഒരു സ്റ്റഡിയിലേക്ക് പോകാം. ഓക്കെ, ഇതൊരു മെറ്റാ അനാലിസിസ് ആണ്, മെറ്റാ റിഗ്രഷൻ ആണ്. വെച്ചാൽ ആദ്യം റിപ്പീറ്റഡ് ആയിട്ട് അതേ സെയിം സ്റ്റഡീസിനെ ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് വരുന്നത്, റിഗ്രസീവ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പം കുറേയും കൂടെ കൂടുതൽ ഇഫക്റ്റീവാണെന്ന് പറയാം. അല്ലെങ്കിൽ അതേ സെയിം പോയിൻ്റ് ആദ്യം പ്രൂവ് ആവുകയാണെങ്കിൽ, ഞാനൊരു കാര്യം ചെയ്യുന്നു, ആദ്യം അതന്നെ ചെയ്യുന്നു, സെയിം റിസൾട്ട്സ് ഇഫ് ഐ എം ഗെറ്റിംഗ്, മീൻസ് സംതിങ് ഈസ് ദെയർ, റൈറ്റ്, സംതിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദിസ് ഓർ സംതിങ് ഈസ് റോങ് അബൌട്ട് ദിസ്. എവറി ടൈം ദർ ഈസ് സംതിങ് റോങ്. എല്ലാ പ്രാവശ്യം എന്തോ തെറ്റുണ്ട്, ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ശരിയുണ്ട്, രണ്ടിലൊന്നാണ്. അപ്പോൾ ഈ സ്റ്റഡി അങ്ങനത്തെ ഒരു സ്റ്റഡിയാണ്. ഓക്കെ, അഗൈൻ എ വെരി ഗുഡ് സ്റ്റഡി. 2018, നോട്ട് വെരി ഓൾഡ്, റീസെൻ്റ് ആണ്. റിവ്യൂ പ്ലസ് മെറ്റാ അനാലിസിസ്, മെറ്റാ റിഗ്രഷൻ, എവറിത്തിങ്. ഓക്കെ, ആരാണ് ചെയ്തത്? ഫണ്ടിങ്. ഇതൊക്കെ പേപ്പേഴ്സിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ മാക്സിമം നോൺ ബയാസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലൊക്കെ അധികം ഫണ്ടിങ്ങും കാര്യമൊക്കെ ഉള്ള പേപ്പറുണ്ട്, ഇല്ലാത്ത പേപ്പറുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ടു ബി അൺബയാസ്ഡ്, ഞാൻ അതാണ് നെക്സ്റ്റ് വീഡിയോസ് പറയുന്നത്. നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ, ഞാൻ ആ ഒരു ക്വസ്റ്റ്യനും അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇവിടെ. ഓക്കെ, ഈ പേപ്പറിൽ എന്താണ് പറയുന്നത് നോക്കാം. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് വെൻ ലിഫ്റ്റിംഗ് വെയിറ്റ്. എന്നുവെച്ചാൽ വെയിറ്റ് ലിഫ്റ്റിങ്ങും റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ കാലിസ്തനിക്സ് എന്തെങ്കിലും ബോഡി വെയിറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. നോർമൽ ഫുഡിൽ നിന്ന് എടുക്കുന്നതല്ല. സപ്ലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രോട്ടീൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഗെയിൻസ് ആർ മോഡസ്റ്റ് എന്ന് വെച്ചാൽ ഗെയിൻസ് വളരെ അധികമാണോ എന്ന് വെച്ചാൽ അല്ല, മോഡസ്റ്റാണ്. ഓക്കെ, വലിയ അധികം പറയാൻ മാത്രം ഒന്നുമില്ല, ഓക്കെയാണ്. നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. നിങ്ങൾ ബോഡി ബിൽഡിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ, ആക്ച്വൽ പ്രൊഫഷണൽ ബോഡി ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ, ഒളിമ്പ്യ ലെവലിൽ പോയി കഴിഞ്ഞാലും ശരി, ഒരുവിധം നോർമൽ പോയി ഒരു ഹയർ ലെവലിൽ പോയി കഴിഞ്ഞാലും ശരി, പീപ്പിൾ ആർ കൺസ്യൂമിങ് സ്റ്റിറോയിഡ്സ്, അനബോളിക് സ്റ്റിറോയിഡ്സ്. ഓക്കെ, അതർവൈസ്
നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ ഫിസിക് എത്താൻ പറ്റില്ല. ദർ ഈസ് എ ഫിസിക്കൽ, ചില ആൾക്കാരെ ജെനറ്റിക്സ് നല്ലതായിരിക്കും, ഡെഫിനറ്റ്ലി മാറ്റേഴ്സ് എ ലോട്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ട്, ആ ഒരു ക്യാപ്പ്, ആ ഒരു ലിമിറ്റിൽ നിങ്ങൾ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം യു കെ നോട്ട് ഗ്രോ ഇൻ സൈസ്. അത്ര വലിയൊരു സൈസിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ദ ട്രൂത്ത്. അതാണ് എവിടെയും പറയുന്നത്. അതുകൊണ്ട് ഗെയിൻസ് ആൻഡ് മോഡസ്റ്റ് ആണ്. ഓക്കെ, ഏജ് മാറ്റേഴ്സ്, ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾഡർ അഡൽസ്, വയസ്സായവരിൽ കൂടുതൽ സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. യങ്ങർ അഡൽസ്, ഏജ് കുറവായ ബ്രിസ്ക് ആൻഡ് എഫക്റ്റീവ്, അങ്ങനത്തെ ആ ഒരു യങ്ങർ പോപ്പുലേഷനിൽ നമ്മൾ പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വർക്ക്സ് ടു എൻ എക്സ്റ്റെൻറ്റ് ബെറ്റർ ദാൻ ദി ഓൾഡർ പോപ്പുലേഷൻ. അപ്പോൾ ഓൾഡർ പോപ്പുലേഷനെക്കാട്ടും യങ്ങർ പോപ്പുലേഷനിൽ വർക്ക്സ് ബെറ്റർ. ഓക്കെ, ഇത് ട്രെയിനിങ് എക്സ്പീരിയൻസ്, ഓക്കെ, ഇറ്റ് ഡസ് മാറ്റർ, ബട്ട് വിത്ത് പ്രാക്ടീസ് എക്സ്പീരിയൻസ് കംസ് ഇൻ, റൈറ്റ്? അപ്പോൾ നമ്മൾ അതിലേക്ക് അധികം പോകേണ്ട ആവശ്യമില്ല. ഇതിലൊരു മെയിൻ കാര്യമാണ് സ്വീറ്റ് സ്പോട്ട് പറയുന്നത്. സ്വീറ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ എത്ര പ്രോട്ടീൻ എടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടായിട്ടില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ഈ പേപ്പറിൽ ആൻസർ ആവുന്നത് വെച്ചാൽ 1.6 gram പെർ kg ഓഫ് ബോഡി വെയ്റ്റ്. ഇതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ട് ഇഫക്ട്സ് ആർ നോട്ട് സസ്റ്റൈനബിൾ. അധികം ഇഫക്ട്സ് കാണാനില്ല. ഇത്ര മതി എന്നാണ് പറയുന്നത്. മാക്സിമം 1.6. അപ്പോൾ നമ്മളൊരു 60 kg അഡൾട്ടിൻ്റെ 90 grams മനസ്സില്ല, 95 100 grams ഇസ് മോർ ദാൻ സഫിഷ്യൻറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്പുറം പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ ആവശ്യമില്ല. അതിനപ്പുറം പ്രോട്ടീൻ ഇൻടേക്ക് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ഗിവ് എനി ഫർദർ ഗെയിൻസ്. ഇതാണ് ഈ പോയിൻ്റാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു മെറ്റാ റിഗ്രഷൻ വീണ്ടും ചെയ്യുമ്പം ഇതാണ് റിസൾട്ട്സ് അവർക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ പേപ്പേഴ്സ്, മെറ്റാ അനാലിസിസ് പ്ലസ് മെറ്റാ റിഗ്രഷൻ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അപ്പം ഇതിൽ പ്രോട്ടീൻ ടൈമിംഗ് ഓർ സോഴ്സ് ഇസ് ലെസ് ക്രിട്ടിക്കൽ. അപ്പം നമ്മൾ നോക്കിക്കോ, ലാസ്റ്റ് ഒന്നാമത്തെ പേപ്പർ എന്താ പറഞ്ഞത്? ടൈമിംഗ്, ക്വാളിറ്റി, ഒരു മീലിൽ എത്ര പ്രോട്ടീൻ എടുക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ പേപ്പറിൽ നേരെ തിരിച്ച് എപ്പോഴെടുത്താലും ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് കുറേ അധികം ന്യൂട്രീഷനിസ്റ്റ് ആയാലും ശരി, ബോഡി ബിൽഡ് ഇത് പറയുന്നുണ്ട് വെച്ചാൽ ടൈമിംഗ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഇഫ്സ് ആൻഡ് ബട്ട്സ് കണ്ട. ഇപ്പം നമ്മൾ സെയിം റിസർച്ച്, സെയിം ലെവൽ ഓഫ് പീപ്പിൾ നമ്മളൊന്നല്ല വർത്തമാനം പറയുന്നത്. ഹൈലി കോമ്പിറ്റൻറ്റ് പീപ്പിൾ ആർ ആർഗ്യൂയിങ് പറയുന്നത് ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് അല്ലാന്നും പറയുന്നുണ്ട്, ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്നും പറയുന്നുണ്ട്. മേ ബി ഇറ്റ് എഫക്ട്സ് ഓൺ ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഓരോ തരം ആൾക്കാരിൽ ഓരോ എഫക്റ്റ് ആയിരിക്കും ഇതുണ്ടാവും. അപ്പോൾ നമ്മളെ ട്രയൽ ആൻഡ് എററിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം ഏതാണ് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഈച്ച് ബോഡി ഈസ് യുണീക്ക്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് യുണീക്ക് ആണെങ്കിൽ നമ്മുടെ ബോഡി യുണീക്കാണ്. അപ്പം ഞാൻ കഴിക്കുന്ന ആ ഒരു രീതിയിൽ പ്രോട്ടീൻ വേറൊരാൾ കഴിച്ചു കഴിഞ്ഞാൽ മേ ഓർ മേ നോട്ട് വർക്ക്. സോ ഇറ്റ്സ് ഓൾ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ആൻസേർഡ്, റൈറ്റ്? അപ്പോൾ പറയാൻ പറ്റില്ല. ഫോർ ഷുവർ പ്രോട്ടീൻ വലിയ വ്യത്യാസം വരുന്നില്ല എന്തായാലും, അതെന്തായാലും ഉറപ്പാണ്. രണ്ട് സ്റ്റഡി, ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട് ഇഫക്റ്റീവ് ആണെന്ന്, ഒരു സ്റ്റഡിയിൽ എഫക്റ്റീവ് അല്ല. അപ്പം ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ യു ടേക്ക്, ജസ്റ്റ് കൺസ്യൂം ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. ആ റിക്വയർഡ് എമൗണ്ട് എത്രയാണ് അത് നമ്മൾ ഫിക്സ് ചെയ്തില്ല. ഓക്കെ, ഗൈഡ് ലൈൻസ് നമ്മൾ കണ്ടു 0.8, പിന്നെ 1 to 1.5 അല്ലെങ്കിൽ 1.6. ഇതൊക്കെയാണ് ഓപ്റ്റിമൽ റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ ഇസ് 0.8. ഇത് നമ്മൾ കണ്ടു. ഓക്കെ, റെസിസ്റ്റൻസ് ട്രെയിനിങ് ഈസ് എ ബിഗ് ഡ്രൈവർ. ദാറ്റ്സ് ട്രൂ. റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മൾ കാലിസ്തനിക്സ് പോലെയുള്ള ബോഡി വെയ്റ്റ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയാലും ശരി, ഇല്ലെങ്കിൽ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ആൻഡ് അതർ തിങ്സ് വിച്ച് വി ഡു ഇൻ ജിം ആസ് എ വെയ്റ്റ് യൂസിങ് എക്സ്റ്റേണൽ വെയ്റ്റ്സ് ആസ് എ റെസിസ്റ്റൻസ് ഓൾസോ, ഓർ റെസിസ്റ്റൻസ് ബാൻഡ് ആസ് റെസിസ്റ്റൻസ് ട്രെയിനിങ്, എവറിഥിങ്. ഇതൊക്കെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഹൈ ലെവൽ അത്ലീറ്റ്സ് ആരായാലും ശരി അവർ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യും. ഇനി അവർ സ്പ്രിൻറ്റേഴ്സ് ആയിരിക്കാം, അവർ 100 meters ഓടുന്ന ആളായിരിക്കാം, അവർ ചെയ്യും. ക്രിക്കറ്റേഴ്സ് നോക്കിക്കോ, പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് എല്ലാവരും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. എന്ന് വെച്ചാൽ മസിൽ ഫോർ ഇറ്റ്സ് ഓപ്റ്റിമം ഫങ്ഷൻ അല്ലെങ്കിൽ ഓപ്റ്റിമം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് പ്രൂവൻ ബിയോണ്ട് ഔട്ട്. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആവശ്യമാണ്. ഓക്കെ, ജിമ്മിലെ തിരക്കുകൾ ഇപ്പോൾ നമുക്ക് കാണാം കൂടി വരുന്നുണ്ട്. അപ്പോൾ അവയർനെസ് ലെവൽ കൂടുന്നുണ്ടെന്ന് അർത്ഥം ജനറൽ പബ്ലിക്കിൽ. ഓക്കെ, ഗുഡ് ടു സീ ദാറ്റ്.
ഇനി നിങ്ങൾ പറയും ഇതെല്ലാം കുറച്ച് പഴയ സ്റ്റഡിയാണ് 2018, അതെ പുതിയ സ്റ്റഡീസ് ഉണ്ട്. ഐ ഹാവ് ഗിവൻ ദ റെഫറൻസ് ഹിയർ. ഇതൊക്കെ ലേറ്റസ്റ്റ് സ്റ്റഡീസാണ്. 2025, 2025, 2023, 2024 ഓൾ ദീസ് ആർ. ആൻഡ് മെറ്റാ അനാലിസിസ് ഉണ്ട്, പിന്നെ കമ്പാരിറ്റീവ് അനാലിസിസ്, റാൻഡമൈസ് കൺട്രോൾ ട്രയൽസിൻ്റെ ഇതിലെല്ലാം ഉണ്ട് പുതിയ സ്റ്റഡീസ്. അപ്പോൾ പക്ഷേ ഞാൻ ഇതിൽ നിന്ന് പറയാൻ വന്നത് പുതിയ സ്റ്റഡീസും നമുക്ക് സെയിം കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ലേറ്റസ്റ്റ് സ്റ്റഡീസ് ലെറ്റ്സ് സീ. പ്രോട്ടീൻ പ്ലസ് റെസിസ്റ്റൻസ് ട്രെയിനിങ് സിനർജി. അപ്പം രണ്ടും കൈകോർത്താണ് പോകുന്നത്. പ്രോട്ടീൻ കൺസംഷൻ പ്ലസ് റെസിസ്റ്റൻസ് ട്രെയിനിങ് രണ്ടും ഒപ്പരം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഇസ് ഗുഡ്. ഇത് തന്നെയാണ് രണ്ട് പേപ്പർ ഇത് തന്നെയാണ് പറയുന്നത്. ഒന്നിൽ സപ്ലിമെൻറ്റ് പറഞ്ഞു, ഒന്നിൽ പ്രോട്ടീൻ ഇൻടേക്കിനെ പറ്റി പറഞ്ഞു. പക്ഷേ പറയുന്നതൊക്കെ ഇത് തന്നെയാണ്. മസിൽ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാം, ഹെൽത്തി ഏജിങ് പ്രൊമോട്ട് ചെയ്യാം. യെസ് ട്രൂ. അപ്പം ഈ ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, ഇത് ശരിയാണെന്ന്. ഓക്കെ. ഓപ്റ്റിമൽ ടൈമിംഗ് ടൈപ്പ് മാറ്റേഴ്സ്. റീസെൻറ്റ് സ്റ്റഡീസ് ഓൾസോ ആർ ടോക്കിംഗ് അബൌട്ട് ടൈമിംഗ്. അപ്പം ടൈമിംഗ് ഡാസ് മാറ്റർ. വെൻ ടു ടേക്ക് പ്രോട്ടീൻ, എപ്പോൾ പ്രോട്ടീൻ കഴിക്കണം, ഇതൊരു വേറെ തന്നെ ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ റിസർച്ച് ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ ഇതാണ് പറയുന്നത്, എന്ത് ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ് നിങ്ങൾ കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റാ അനാലിസിസിൽ പറയുന്ന ഒരു മെറ്റാ അനാലിസിസ് വരുന്ന ഈ പറഞ്ഞ ഞാൻ കാണിച്ചു തന്ന പ്രീവിയസ് 4 ലേറ്റസ്റ്റ് റിവ്യൂസിൻ്റെ അകത്ത് നിന്ന് വന്ന കൺക്ലൂഷൻസാണിത്. ഓക്കെ, അത് വായിച്ചതിന് ശേഷം കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ഏജ്, ഓൾഡർ ഏജിൽ ഇഫക്റ്റ് കുറവാണെന്ന് പറയുന്നത് ഇതിലും ഓക്കെ. ഡിമിഷൻ ഏജ് പ്രഷൻ കൺസിഡറേഷൻ. ഓൾഡർ ഏജ് ആയാലും പ്രോട്ടീൻ കൺസംഷൻ ഒരു ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതാണെന്ന് ഇതിലും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ആസ് പ്രീവിയസ് പേപ്പേഴ്സ് ഓൾസോ ആർ കൈൻഡ് ഓഫ് ഇൻ ദ സെയിം സ്റ്റാൻസ്. അപ്പം പ്രശ്നമില്ല, കറക്റ്റാണ്. ഡിമിനിഷിങ് റിട്ടേൺസ് അബോവ് പോയിൻറ്റ്. ഒരു പോയിൻറ്റിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ദി എഫക്ട്സ് ടെൻ ടു റെഡ്യൂസ് അല്ലെങ്കിൽ ഡെമിനിഷ് ആവും സ്ലൈറ്റ്ലി. ഓക്കെ, ദാറ്റ് മോർ പ്രോട്ടീൻ ഈസ് നോട്ട് ഓൾവേസ് ബെറ്റർ. ഇപ്പോൾ 1.6ൻ്റെ ക്യാപ്പ് ലാസ്റ്റ് ഒരു റിഗ്രഷൻ ആൻഡ് മെറ്റാ അനാലിസിസിൽ പറഞ്ഞു. സെയിം അതേപോലെ തന്നെ പ്ലാറ്റ്യൂ ഉണ്ട്. എല്ലാവർക്കും ഒരു പ്ലാറ്റ്യൂ ഉണ്ട്. മൈറ്റ് ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. ഓക്കെ, ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻ്റ് ആയിരിക്കാം അത്. പക്ഷേ ആ ഒരു പ്ലാറ്റ്യൂ ഉണ്ട്. ആ പ്ലാറ്റ്യൂവിന് മുകളിൽ നമ്മൾ എത്ര പ്രോട്ടീൻ കഴിച്ചാലും കാര്യമില്ല, അൺനെസറിയാണ്. നമ്മൾ ആ ഒരു ലെവലിൽ കഴിച്ചാൽ മതി. പ്രോട്ടീൻ സോഴ്സ് റെഫറൻസ് അഗെയിൻ ക്വസ്റ്റനബിളാണ്. നമ്മൾ വേ ആൻഡ് ഡയറി പ്രോട്ടീൻ എന്ന് വെച്ചാൽ വെജിറ്റേറിയൻസിൻ്റെ പ്രോട്ടീൻ ബേസിക്കലി ഇവിടെ സ്ക്രൂട്ടനിയിലാണ്. അല്ലെങ്കിൽ ആൾക്കാർ അല്ലെങ്കിൽ റീസേർച്ച് പറയുന്നത് വെച്ചാൽ അതല്ല നല്ല ബെസ്റ്റ് സോഴ്സ്. ബെസ്റ്റ് സോഴ്സ് ഈസ് ഓൾവേസ് വേ പ്രോട്ടീൻ, ഡയറി, ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻ. ഇതാണ് ബെസ്റ്റ് സോഴ്സ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പ്ലാന്റ് ബേസ്ഡ് എടുക്കുന്നവർക്ക് കാര്യമില്ലേ, ദുഃഖകരമാണ്. അപ്പം ഈ ഒരു കാര്യമാണ് ഈ പോയിൻ്റ് ഇവിടെ പറയുന്നത്. അപ്പം അത് നമുക്ക് കൂടുതൽ നോക്കേണ്ട ആവശ്യമുണ്ട്. ഡിഫറെൻറ്റ് ലെൻസ്, ഡിഫറെൻറ്റ് ആംഗിൾസ്, ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് നോക്കേണ്ട ആവശ്യമുണ്ട്. ബട്ട് ദിസ് ഈസ് വാട്ട് ഇസ് റിസർച്ച് സെയിങ് ദാറ്റ് ഈ പ്രോട്ടീൻസാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് വേൻ്റെ ബാക്കിൽ ഇങ്ങനെ ആൾക്കാർ ഓടുന്നുണ്ട്, ഇങ്ങനെ ഒരു വേ പ്രോട്ടീൻ, ഐ നീഡ് വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അതിലാണ് നടക്കില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ലെറ്റ്സ് സീ. ഇതാണ് റിസർച്ചിൻ്റെ സമറീസ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചധികം റിസർച്ച് നമ്മൾ കണ്ടു, ഇതിലൊക്കെ എന്താ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പം ഇതിൽ നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? റിസർച്ചിൻ്റെ കൺക്ലൂഷനാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഓൾ പേപ്പേഴ്സിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഇവിടെ കാണുന്നത്. അപ്പം പ്രോട്ടീൻ, ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മൾ എടുക്കണം. നമ്മളെ പ്രോട്ടീൻ കൺസംഷൻ അളവിൽ കുറവാണെങ്കിൽ ഞാൻ നോർമലി ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നോർമലി ഫോളോ ചെയ്യുന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1 ഗ്രാം എന്ന് വെച്ചാൽ 60 കിലോ ആണെങ്കിൽ 60 ഗ്രാം. അതിൽ കുറച്ച് കുറവാവാം, കുറച്ച് കൂടുതലാവാം. അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ ആർക്കും കറക്റ്റ് പറയാൻ പറ്റില്ല, ഇന്നത് കഴിച്ചാൽ ഇത്ര പ്രോട്ടീനാണ് കിട്ടുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓൺ ആൻ ആവറേജ് നമ്മൾ 1 kg 1 ഗ്രാം പെർ kg ബോഡി വെയ്റ്റ് നമ്മൾ ഏകദേശം വയസ്സായ ആളായാലും ശരി, യങ്ങർ പീപ്പിളായാലും ശരി, അസുഖമില്ലാത്ത നോർമൽ ഹെൽത്തി പീപ്പിളാണെങ്കിൽ ഇത്ര ഒരു കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കത്തോളം വിചാരിക്കുന്ന കാര്യം. ബോഡി ബിൽഡിങ്ങിനായാലും ശരി, നോർമൽ ബോഡി ബിൽഡിങ്ങിന്, പ്രൊഫഷണൽ പ്രോ ലെവൽ ബോഡി ബിൽഡിങ്ങിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നത്. നോർമൽ ഹെൽത്തി ലിവിങ്ങിനും ഹെൽത്തി മസിൽ ഗ്രോത്തിനും ഫിസിക്കിനും എല്ലാത്തിനും ഈ ഒരു ലെവലിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ തന്നെ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ്
ഫോളോ ചെയ്യുന്നത്. അത് വളരെയധികം പ്രോട്ടീനൊന്നും ഞാൻ കഴിക്കുന്നുമില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്ക് കാണാം നമ്മൾ എത്ര പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. ടിൽ ദെൻ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സൈനിങ് ഓഫ്.